ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. കാരണം ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ചെയ്താൽ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും നമ്മുടെ നെഗറ്റീവ് മാത്രമേ കാണാൻ വേണ്ടി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 100 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് കേട്ടോ ചെയ്തതും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുപോലെയൊക്കെ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ ഈ ഒരു ഓർഡർ ഇതിന് മുൻപ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അറിയാത്തവർ വിചാരിക്കുന്നുണ്ടാവും മുൻപ് കാണിച്ച വീഡിയോ എന്തുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇതൊരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വീഡിയോ അല്ല. ഈ ഒരു ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത ഓർഡർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു 32 പീസാണ് ഈ ഒരു ടോപ്പിൽ ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 32 പീസും നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും അല്ലേ. പിന്നെ ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ ഒരു വീഡിയോ ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് കേട്ടോ. കാരണം എനിക്ക് വന്ന ചെറിയൊരു അശ്രദ്ധൻ്റെ പേരിലാണ് എനിക്കിപ്പോൾ വലിയൊരു പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ കാരണം റീസൺ എന്നൊക്കെ ഞാൻ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ടോപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 32 പീസ് നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ടുള്ളൊരു നെഗറ്റീവ് അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ കാണിച്ചു തരാം. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. അതായത് എനിക്ക് വന്നത് ചെറിയൊരു അബദ്ധമാണ് കേട്ടോ. കാരണം എൻ്റെ ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞത് ഈ ഒരു നെക്കിൻ്റെ കാര്യത്തിലാണ്. കാരണം നമുക്ക് അവർ കട്ട് ചെയ്ത് തരുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റത്തെ ഒരു 10-12 പീസിലൊക്കെയാണ് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്യുന്ന ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും ബാക്കൊക്കെ ഒരുപോലെ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. കാരണം എനിക്ക് കിട്ടിയ 10 പീസ് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്തത് എന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പീസിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഫ്രണ്ടും ബാക്കൊക്കെ ഒരുപോലെയാണ് കഴുത്തിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് വന്ന മിസ്റ്റേക്ക്. കാരണം നമുക്ക് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ 10 പീസ് ഫസ്റ്റ് കണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു അത് മുഴുവനായിട്ട് അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഈ കഴുത്തിൻ്റെ വിഷയത്തിൽ മാറിപ്പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ 32 പീസിൽ ഇപ്പോൾ മിസ്റ്റേക്ക് വന്നത് ഒരു 11 പീസ് മാത്രമാണ് കേട്ടോ. കാരണം 11 പീസിലാണ് നമുക്ക് ഈ ഫ്രണ്ടും ബാക്കും നെക്ക് മാറിപ്പോയത്. അപ്പോൾ ഈ ഒരു 11 പീസിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അവർ തരുമ്പോൾ റിട്ടേൺ 32 പീസ് ഒരുമിച്ചാണ് കേട്ടോ തന്നത്. അത് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ കണ്ടെത്തിയെടുത്തതാണ് കേട്ടോ ഈ ഒരു 11 പീസ് എന്ന് പറഞ്ഞത്. കാരണം അവർ ഷോപ്പിൽ പോയിട്ട് ഈ നമ്മൾ കെട്ടിയിട്ടാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ തന്നെ അവർ മുഴുവനായിട്ട് അഴിച്ചു നോക്കാൻ നിന്നില്ല. കാരണം ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഞാൻ മാത്രമല്ലല്ലോ ഓരോരുത്തരും ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വന്ന മിസ്റ്റേക്ക് ഇതായതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബാക്ക് നെക്കിലും ഈ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക്. കാരണം മെറ്റീരിയൽ നമുക്ക് തരുന്ന സമയത്ത് അവർ ബാക്ക് നെക്കിൽ ഈ മുകളിൽ ഒരു സ്റ്റിച്ചും അതുപോലെ താഴെയും ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്രോസ് പീസ്, അതായത് നമ്മൾ ബാക്കിലൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമ്മളായിട്ട് മാറ്റിയതായിരുന്നു കേട്ടോ. കാരണം ചിലതിൽ പീസ് വലിപ്പം ഉണ്ടായിരുന്നു, ചിലതിൽ വലിപ്പം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ച് മാത്രം കേട്ടോ ബാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, താഴേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടിയ സമയത്ത് ഇപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ആ പീസ് വേണമെങ്കിൽ വെച്ചാൽ മതി, പീസ് വെച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പീസ് അങ്ങോട്ട് അഴിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനമാണ് എനിക്കിപ്പോൾ സത്യത്തിൽ ഉപകരിച്ചത് കേട്ടോ. കാരണം ഇത് വാങ്ങി വെച്ചിട്ട് കുറേ ആയി. ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ചൊക്കെ അഴിക്കുന്ന ഒരു സാധനമാണിത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. കാരണം ഇത് ഇന്നേവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നോർമലായിട്ട് ഒരു ടോപ്പ് സാധാരണ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇരട്ടിക്ക് പണിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം
ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഇപ്പം നമുക്ക് തന്നെയാണെങ്കിലും 1-2 ടോപ്പൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്കിൽ കൂടി ഇത്ര ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും വരില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ 10-12 പീസൊക്കെ നമ്മൾ ഇരുന്ന് ഒറ്റയിരിപ്പിൽ കുത്തി ഇരുന്നിട്ട് സ്റ്റിച്ചും അഴിച്ചിട്ട് അത് റിട്ടേൺ വീണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഒരു പാടായിട്ട് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ കാരണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് അഴിക്കുമ്പോഴാണെങ്കിലും നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അഴിച്ചെടുക്കാനായിട്ട്. നമ്മൾ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ചിലർ ബ്ലേഡൊക്കെ കൊണ്ട് യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷോപ്പുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് തന്നെ സ്റ്റിച്ച് അഴിക്കുക കേട്ടോ. കാരണം ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ സ്റ്റിച്ച് അഴിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിലാണെങ്കിലും കുറച്ച് ലൂസ് സ്റ്റിച്ചും അതുപോലെ ഒറ്റൊരു സ്റ്റിച്ചും മാത്രമാണ് കൊടുത്തിട്ടുള്ളതും. അതുകൊണ്ട് സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമുള്ള പണിയാണ്. പക്ഷേ റിട്ടേൺ സ്റ്റിച്ച് ചെയ്യാൻ മാത്രമായിരുന്നു കേട്ടോ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് അവരെ ഏൽപ്പിച്ച ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ ഇതിൻ്റെ കാര്യം പറഞ്ഞതും അവർ റിട്ടേൺ ഈ ടോപ്പ് നമുക്ക് കൊണ്ടുവന്ന് തന്നതും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് തരുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്നൊരു വലിയ മിസ്റ്റേക്ക് കാരണം നമുക്ക് ആ ഓർഡർ ക്യാൻസലും കൂടി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഷോപ്പുകാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മളിൽ വന്ന മിസ്റ്റേക്ക് തന്നെയാണ്, നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ച കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ ക്യാൻസലായാലും ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ ഇതൊന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഓർഡർ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ കാര്യം അറിഞ്ഞതും. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിസരത്ത് തന്നെ, അതായത് ഈ ഒരു സംഘത്തിൽ തന്നെ ഇത് ആദ്യത്തെ മിസ്റ്റേക്കാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് അവർ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചീത്ത പറയാനും അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് സംഭവിച്ചത് കൊണ്ട് അവരത് വിട്ടുവീഴ്ച ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഇത് ഏൽപ്പിച്ച് റിട്ടേൺ കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഓർഡർ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇതിലിപ്പോൾ മിസ്റ്റേക്ക് പറ്റുന്നത് തന്നെ ഈ ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ല, നമുക്ക് ബൾക്കായിട്ടൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ 1-2 പീസോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് സംഭവിച്ചതാണ് കേട്ടോ. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മൊത്തത്തിൽ സംഭവിച്ചത് കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ അവർ റിട്ടേൺ തരാനും കാരണം. 1-2 പീസിലാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ കൂടി അവർക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം അത് അവർ തന്നെ ഷോപ്പുകാർ അത് മിസ്റ്റേക്ക് തിരുത്തിയിട്ട് അവരത് സെയിൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപോലെ മിസ്റ്റേക്ക് പറ്റിയത് ഈ ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ടോപ്പായത് കൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം ഇത് സ്റ്റിച്ച് എടുക്കാൻ തന്നെ നമുക്കൊരു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഒരാഴ്ചൻ്റെ അടുത്ത് നമ്മൾ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും എഫേർട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് തന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരുപാട് വിഷമമായത്. അപ്പോൾ സ്റ്റിച്ച് അഴിച്ചെടുക്കുമ്പോഴും പ്രത്യേകം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും തുണി കീറാനോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഡാമേജോ സംഭവിക്കാതെ നല്ല ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് അഴിക്കുമ്പോൾ കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ 11 ടോപ്പിലാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്. അപ്പോൾ ഞാൻ ആ 11 ടോപ്പിൻ്റെയും സ്റ്റിച്ച് ഇതുപോലെ തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴുത്ത് മാറിപ്പോയത് കൊണ്ട് തന്നെ എനിക്ക് അവർ വീണ്ടും റിട്ടേൺ ഒരു 11 പീസ് കൂടി എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം സെയിം നമുക്ക് ഈ ഒരു തുണികളൊന്നും വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റില്ല. കാരണം അവർ അത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് ഏണിങ്സ്, അതായത് ക്യാഷ് മുടക്കിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് മെറ്റീരിയലൊക്കെ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഇത് അവരുടെ ജോലി, അതായത് അവരുടെ ഭാഗം അവർക്ക് ക്ലിയർ ആക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ ഒന്നും വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എൻ്റെ കഴുത്ത് മാറിപ്പോയത് കൊണ്ട് എനിക്കൊരു 11 പീസ് എക്സ്ട്രാ അവർ വീണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 11 പീസ് വീണ്ടും നമുക്ക് എക്സ്ട്രാ 32 കൂടെ വീണ്ടും നമുക്ക് 11 കൂടി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം ഈ നെക്ക് മാറിപ്പോയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ബാക്കും അഴിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൽ ഫ്രണ്ട് അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഷോൾഡറുകൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ആ വർക്ക് പീസ് ഒന്നും നമുക്ക് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അത് അതുപോലെ തന്നെ വെക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് ബാക്ക് കഴുത്താണല്ലോ ഫ്രണ്ടിൻ്റെ അതേ ഇറക്കത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ അവർ 11 പീസിൻ്റെ വർക്ക് പീസും കൂടി തരുമ്പോൾ ആ വർക്ക് പീസ് നമ്മൾ ഇപ്പോൾ അഴിച്ചെടുത്ത് ഈ നെക്കിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് ബാക്ക് പീസിൽ വെച്ച് കൊടുക്കണം. ആ ബാക്ക് പീസ് ഇറക്കം കൂടിയത് കൊണ്ടാണല്ലോ ഇപ്പോൾ പ്രശ്നം വന്നത്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവർ എക്സ്ട്രാ തരുന്ന 11 പീസിന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അഴിച്ചെടുത്ത നമ്മുടെ ടോപ്പുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്കാണ് സത്യത്തിൽ ഈ ഒരു വലിയൊരു പണി കിട്ടിയിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളവൻ്റെ കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ എല്ലാവരുടെയും റിട്ടേൺ വന്നു എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പീസുകൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ അഴിച്ചെടുത്തിരിക്കുന്നത്. ഒരു 6 എണ്ണത്തിൻ്റെ ഞാനിപ്പോൾ ഇതിൽ അഴിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ സ്റ്റിച്ച് മുഴുവനായിട്ടും ഷോൾഡറുകളും അതുപോലെ സ്ലീവ്സൊക്കെ അഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ബാക്കും ഫ്രണ്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഓപ്പണിൻ്റെ ഭാഗമൊക്കെ നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇതിൽ ബാക്ക് പീസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പണിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ കൊണ്ടുവന്ന് നിർത്തിയത് അതിന് ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന പീസിൻ്റെ ഓപ്പണിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഓപ്പണൊന്നും അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ തുണി ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ തന്നെയാണല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. കാരണം വർക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ നെക്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓപ്പണിൻ്റെ ഭാഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓപ്പണിൻ്റെ ഭാഗമൊക്കെ നമ്മുടെ ഫിനിഷിങ് തന്നെയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ബാക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ പീസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗങ്ങളൊക്കെ അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആ ഭാഗത്തൊക്കെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ അഴിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് അഴിച്ചെടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് സമയം കൂടി അവർ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഇല്ല. കാരണം അവർ ഒരു ഇന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും തിരക്ക് കൂട്ടിയിട്ട് അർജൻറ്റ് കാട്ടിയിട്ട് വീണ്ടും സ്റ്റിച്ചിൽ എന്തെങ്കിലും പ്രോബ്ലം സംഭവിക്കരുതെന്ന് കരുതിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടൈം എടുത്തുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്താണെങ്കിലും ഇതിൻ്റെ കറക്റ്റ് ടൈമിങ്ങോ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പീസ് എപ്പോഴാണ് കിട്ടുക എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാ ടോപ്പുകളും സ്റ്റിച്ച് ചെയ്തെടുത്ത് അവർ വന്ന് എടുത്ത് കൊണ്ടുപോയ ശേഷം നമുക്ക് റേറ്റ് പറയാറുള്ളതാണ്. പക്ഷേ ഇതിൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ട് അവർ റേറ്റ് പറഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ നമ്മളോട് ഈ തരുന്ന ആൾ പറഞ്ഞത്. പിന്നെ ഇതാ ഞാൻ ബാക്ക് പീസും ഈ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് അഴിക്കണ്ട കേട്ടോ. കാരണം ലൈനിങ് തുണി മെയിൻ തുണിയും കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് അഴിച്ചെടുക്കാത്തതാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ വർക്ക് പീസ് അവിടെ ഇനി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ സ്റ്റിച്ച് ഉള്ളത് ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ഓർഡറും കാര്യങ്ങളൊന്നും കാണിക്കാത്തതും ഈ ഒരു റീസൺ കൊണ്ടാണ്. കാരണം ഇത് നമുക്ക് ഏൽപ്പിച്ചിട്ട് അടുത്ത ഓർഡർ കിട്ടിയാലല്ലേ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നതിലും കുറച്ച് സമയമൊക്കെ എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഒന്ന് ഇടവിട്ടിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വേറെ പുതിയൊരാളുടെ നിന്ന് നമ്മൾ മെറ്റീരിയൽ ഇടയ്ക്ക് ഇത് ഇല്ലാതാകുമ്പോൾ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഇല്ലാതായപ്പോൾ മൊത്തത്തിൽ ഇല്ലാതായി എന്നൊരവസ്ഥയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഇവർക്കും തുണി കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഇന്നോ നാളെയായിട്ട് അവിടേക്ക് കിട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്കിനി എന്തായാലും വേറെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ബാക്ക് പീസുകളും ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ബാക്ക് പീസിൽ നമുക്ക് ആ ഒരു വേറെ എക്സ്ട്രാ ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് അറ്റാച്ച് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സത്യത്തിൽ ഈ ഒരു കാര്യം ഞാൻ മുമ്പ് ചിന്തിച്ചതായിരുന്നു കേട്ടോ. കാരണം ആ ഒരു പീസ് വെക്കൽ ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമായിരുന്നു. പിന്നെ നമുക്ക് ഷോപ്പുകാർ പറയുമ്പോൾ അത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. നമ്മുടെ ഇഷ്ടത്തിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു സമയത്ത് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു 32 പീസിൽ നമ്മൾ ആ ബാക്ക് പീസിൽ, അതായത് ബാക്ക് നെക്കിൻ്റെ ആ ഭാഗത്ത് ആ ഒരു ക്രോസ് പീസ് പോലുള്ള വലിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു കേട്ടോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതാ ഞാൻ സ്ലീവ്സൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറൊരു പീസ് വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ, 11 പീസ് വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടണം കേട്ടോ. കാരണം നമുക്ക് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാനോ ഇതേ സെയിം മെറ്റീരിയൽ എടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഇതിപ്പോൾ ഷോപ്പിൽ തന്നെ തരുന്നത് കൊണ്ട് അവർക്ക് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് കിട്ടിയ ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഓൾറെഡി സ്റ്റിച്ചിങ്ങും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് ടോപ്പിൻ്റെ ഉണ്ടാകുക. ഇങ്ങനെ ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് കൊടുത്ത അതേ ടോപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇതിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതിലിപ്പോൾ ഇതാ നെക്കുകൾ കണ്ടില്ലേ, ബാക്കും ഫ്രണ്ടൊക്കെ കയറിയും ഇറങ്ങിയിട്ടും തന്നെയാണ് ഉള്ളത്. അതായത് ബാക്ക് നെക്ക് കുറച്ച് കയറിയിട്ടും ഇറക്കം കുറഞ്ഞിട്ടും ഫ്രണ്ട് നെക്ക് കറക്റ്റ് ഇറക്കം ഫ്രണ്ടിൽ ഇറക്കിയിട്ടും തന്നെയാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേണം ബാക്കി ആ ടോപ്പുകളൊക്കെ ഉണ്ടാവേണ്ടത്. ഒരു കുറച്ച് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്
ഒരു ഗുണപാഠമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്തു പറയുന്നത്, ഇത് നിങ്ങൾക്ക് അതായത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടോ എന്ന് കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാം ഇതിന് എത്ര ചാർജാണ് അവർ തരുന്നത് എന്ന്. ഇതിൻ്റെ ചാർജ് അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇതിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ചാർജൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിന് നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇത്രമാത്രം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് കൊടുക്കുന്ന ടോപ്പിനൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ റേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് മൂലമാണ് പലർക്കും പല അറിവുകളും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കലും മടിക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക. ഒരു ഹായോ ഒരു ചെറിയ സ്മൈലിയോ ഹാർട്ടോ ആയിട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.